പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരണം വിളിച്ച് പ്രചാരണം തുടങ്ങിയ പത്തനംതിട്ടയിൽ അവിടെ സ്ട്രോങ് റൂമിന്റെ നട തുറന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് കത്തിപ്പോയാലും ഇല്ലെങ്കിലും എന്തായാലും ശശിനാരായണൻ ആ ഇന്ധനം കത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഇനി നമുക്ക് 1 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി. പക്ഷേ അതിനുള്ള നടപടികൾ ആരംഭിച്ചോ? പോസ്റ്റൽ വോട്ടുകൾ അടക്കം ഈ കൗണ്ടിംഗ് ടേബിളിന്റെ ഭാഗത്തേക്ക് എത്തിച്ചു തുടങ്ങിയോ? സ്ട്രോങ് റൂം തുറന്നോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, പത്തനംതിട്ടയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്ട്രോങ് റൂം അല്പസമയത്തിനകത്ത് തുറക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ആയിട്ടുണ്ട്. എന്തായാലും പോളിംഗ് ഉദ്യോഗസ്ഥർ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തുന്നതിന് അവരുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണലിലേക്ക് കടക്കുക. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. അത് 13,789 പോസ്റ്റൽ വോട്ടുകൾ, അത് സർവീസ് വോട്ടും അതുപോലെ തന്നെ വീട്ടിലോട്ടും അടക്കമുള്ള വോട്ടുകൾ ചേർത്താണ് 13,789 വോട്ടുകളാണ് എണ്ണുക. തുടർന്ന് അരമണിക്കൂറിന് ശേഷം എട്ടരയോടുകൂടി തന്നെ വോട്ടിംഗ് മെഷീനിൽ കൊണ്ടുവരികയും വോട്ടിംഗ് മെഷീനിൽ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. തുടർന്ന് 1 മണിക്കൂർ കൊണ്ട് പിന്നീട് 1 മണിക്കൂറിനകം വെച്ച് തന്നെ ഈ ആദ്യ ഫലങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ എല്ലാം എത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂം അല്പസമയത്തിനകം തുറന്ന് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ കൗണ്ടർ പ്രത്യേകം ക്രമീകരിച്ച കൗണ്ടർ സെൻ്റർ, അതായത് 15 കൗണ്ടിങ് സെൻ്റർ ടേബിളാണ് ക്രമീകരിച്ചത്. അതിൽ 15 റൗണ്ടിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതിന് ശേഷം ഈ 7 മണ്ഡലങ്ങളുണ്ട്. 7 നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 4 മണ്ഡലങ്ങളിൽ 15 റൗണ്ടും കോന്നിയും ആറന്മുളയും 16ഉം 18ഉം എന്നീ ക്രമത്തിലാണ് ഈ റൗണ്ടുകൾ വോട്ടെണ്ണത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യ റൗണ്ടിൽ തന്നെ നമുക്ക് ആദ്യ റൗണ്ട് വോട്ട് എണ്ണിന് ശേഷം ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു രസകരമായ ഒരു റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. സുനിൽകുമാർ തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ പറയുന്നു തികഞ്ഞ വിജയ പ്രതീക്ഷയാണ്. തുടക്കം മുതലുള്ള ആത്മവിശ്വാസം അത് ഇപ്പോഴുമുണ്ട്. ഇടതുമുന്നണി കേരളത്തിൽ മികച്ച വിജയം നേടും. VS സുനിൽകുമാർ കരുത്തോടുകൂടിയാണ് ആ വാക്കുകൾ പറയുന്നത്. സുനിൽകുമാറിന്റെ പ്രതികരണം. അവസാന നിമിഷവും ഞാൻ പറയുന്നത് 100% LDF തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. 1 മണിക്കൂറിലേ ഉള്ളൂ. ഞാൻ വോട്ടെണ്ണ സ്ഥലത്തേക്കല്ലേ പോണത്. അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഒന്ന് നോക്കി ചിലപ്പോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരും. MT രമേശിന്റെ മറ്റൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പൊളിച്ചെഴുത്തിനുള്ള ജനവിധി. BJP അധികാരത്തിലെത്തും. 1-ലധികം സീറ്റുകൾ വിജയിക്കും. മോദി തരംഗം കേരളത്തിൽ ഉണ്ടാകും. അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ ഇതുപോലെ അതിശക്തമായിട്ടുള്ള മത്സരം നടന്ന ഒരിടമാണ് കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് ശ്രീനി ആലക്കോടാണ് ന്യൂസ് 18 ചേരുന്നത്. ശ്രീനി, കണ്ണൂരിലും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഗംഭീരമായിട്ടുള്ള പോരാട്ടം നടന്ന ഒരു സ്ഥലമാണ് കണ്ണൂര്. അല്ല, ചില എക്സിറ്റ് പോളുകൾ ഇഞ്ചോടിഞ്ച് മീൻസ് ഫലം പ്രഖ്യാപിക്കാതെ കണ്ണൂർ സസ്പെൻസ് ആക്കി നിർത്തിയിരിക്കുന്നു. അതെ, ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിലേക്ക് എത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ. അപ്പോൾ ശ്രീനി, കണ്ണൂരിലും ഈ പറയുന്നത് പോലെ വളരെ ആകാംക്ഷയുണ്ട്, ഉദ്വേഗമുണ്ട്. എന്താണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ കാഴ്ച? ഈ എല്ലാ മുന്നണികളിലെയും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ എത്തിയിട്ടുണ്ടോ അവിടെ? ചിന്തക്കിലാണുള്ളത്. ഇവിടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രമാണിത്. അപ്പോൾ ഇവിടെ രാവിലെ ഇവിടുത്തെ കണ്ടൊരു കൗതുകരമായ കാഴ്ച, എല്ലാ പാർട്ടിയുടെ ആൾക്കാരും CPFന്റെ ആയാലും കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് കണ്ടത്. വലിയ ആഘോഷത്തിലാണ്. എന്തായാലും ഒരു ടൈറ്റ് മത്സരമാണ് നടക്കുക എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആരാണ് വൈകുന്നേരത്തോടു കൂടി ലഡു വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയേണ്ടത്. എന്തായാലും ഇവിടെ വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 10,565 വീട്ടിലെ വോട്ടുകളാണ് നിലവിലുള്ളത്. പോസ്റ്റൽ വോട്ടുകൾ 2037 ആണ്. 2037 8 മണി വരെ പോസ്റ്റൽ വോട്ട് സ്വീകരിക്കും. അതുകൊണ്ട് അതിൽ കുറച്ച് വ്യത്യാസം വരാം. അങ്ങനെ ഇത്രയും വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. നമ്മുടെ കോൺഗ്രസ് നേതാവ് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഷമാസേ, നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ രാവിലെ? എങ്ങനെയുണ്ട് പ്രതീക്ഷ? ഭയങ്കര പ്രതീക്ഷയിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ് രാവിലെ വരെ ഇങ്ങോട്ട് വരുന്നത്. ജയിച്ചിട്ട് പോകാനുള്ള വരുന്ന ആളുകളാണ്. ആ സന്തോഷം സ്വാഭാവികമായിട്ട് പ്രകടമാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ ജയിച്ചത്.
അതിനോട് അത്രയും കിട്ടുമോ? അല്ല, കഴിഞ്ഞ വർഷത്തെ സാഹചര്യത്തിന് വ്യത്യസ്തമാണ്. പക്ഷെ എന്നാലും തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ എന്നാലും ഒരു മ്ലാനത മുഖത്തുള്ളതുപോലെ 50,000-ലധികം വോട്ടിനെ ഭൂരിപക്ഷത്തിൽ 50,000 ഇപ്പൊ മുഹമ്മദ് ഷബാസ് പറഞ്ഞതുപോലെ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ജയിക്കുമെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ പല പ്രതീക്ഷകളും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും BJP-യുടെ ക്യാമ്പിലും സജീവമാണ്. കാരണം ഞങ്ങളിപ്പോൾ കയറി വന്നപ്പോൾ വാഹനങ്ങൾ വെച്ച സ്ഥലത്ത് BJP-യുടെ കുറെ ഏജന്റുമാരെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരുന്നത് കണ്ടു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ കയറി വരുന്നത്. ഓക്കെ, വളരെ എനർജറ്റിക് ആണ്. അതെ, ശ്രീനി പറഞ്ഞൊരു കാര്യമുണ്ട്, വൈകിട്ട് ആര് ലഡു വിതരണം അതെ, അതെ, അതെ. അതോ ജയരാജൻ പിടിച്ചെടുക്കുമോ? എന്തായാലും കാത്തിരിക്കാം. നമുക്ക് മറ്റു പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടോ? ആറ്റിങ്ങൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. വി മുരളീധരൻ മത്സരിക്കുന്നു. ഇനി BJP അക്കൗണ്ട് തുറക്കുന്നത് അവിടെയാണോ എന്ന സംശയമൊക്കെ നിലനിൽക്കുന്ന മണ്ഡലമാണ്. ബിജോയ്ക്ക് പക്ഷെ തികഞ്ഞ വിജയ പ്രതീക്ഷയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ബിജോയ് അവകാശപ്പെടുന്നത്. പ്രതികരണം കാണാം. ഞങ്ങൾ തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് LDF നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ല മെജോറിറ്റിയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരിക്കലുമില്ല, എക്സിറ്റ് പോളുകൾ ഒരിക്കലും ഞങ്ങളെ സഹായിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ പറയുന്നത് ഫലിക്കാറില്ല, അത് ശരിയാകാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ഞങ്ങൾ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല. ഇവിടെ നമുക്ക് ജനങ്ങളെയാണ് വിശ്വാസം. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അത് കൈവിട്ടു പോയി. ഈ പ്രാവശ്യം നമ്മളത് തിരിച്ചു പിടിക്കും. അല്ല, അതിപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എന്തായാലും ആറ്റിങ്ങലിൽ നിന്ന് ബിജോയ് ഇവിടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തപാൽ വോട്ടുമായി ബന്ധപ്പെട്ടാണ്. എന്തോ അതായത് ഇത്തവണ ഈ വോട്ട് ഫ്രം ഹോം, അതായത് പ്രായമായ ആളുകൾക്കൊക്കെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ 6,891 പേർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് 3,244 പേർ വോട്ട് ചെയ്തു. അതെ, അവശ്യസേന വിഭാഗത്തിൽ നിന്ന് 1,742 പേർ. അതെ, അങ്ങനെ 11,883 പേർ ഉദ്യോഗസ്ഥർ. ആകെ പോസ്റ്റൽ വോട്ട് പറയുമ്പോൾ തന്നെ 15,000-ലേറെ പോസ്റ്റൽ വോട്ട് ഉണ്ട്. 15,500. ആകെ പോസ്റ്റൽ വോട്ട് 15,596. ഞാൻ മറ്റു കാര്യം പറയാൻ പറ്റേ, ഈ ബിജോയ് പറഞ്ഞ അവസാന കാര്യമുണ്ട്. ഈ ആദ്യ റൗണ്ടുകളിൽ UDF-ന് മേൽക്കെയുള്ള മണ്ഡലങ്ങളാണ് എണ്ണുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ട്രെൻഡ് LDF പ്രവർത്തകരോട് നിങ്ങൾ അക്ഷമരായി ഇരിക്കണം. ആദ്യത്തെ ട്രെൻഡ് ഒന്നും കണ്ട് എന്നാണ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി കേരളത്തിലെ സാഹചര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. രാജ്യവ്യാപകമായി ഇതേപോലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റുകളൊക്കെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുകയാണ്. ശിവഗംഗയിൽ കാർത്തി ചിദംബരം എത്തിയിരിക്കുന്നു. ചണ്ഡീഗഡിൽ മനീഷ് തിവാരി അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. 400 എന്നുള്ള ഇതൊക്കെ തള്ളിക്കളയുകയാണ് മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ. എന്തായാലും സംസ്ഥാനത്തെ സാഹചര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ BJP ലഡുവും കേക്കും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് വരെ അറിയുന്നുണ്ട്. അക്കൗണ്ട് തുറന്നാൽ സംസ്ഥാന വ്യാപകമായി വലിയ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് BJP. ഇതിലിപ്പോൾ BJP വാങ്ങിച്ച ലഡു ഒരു തരത്തിലും നഷ്ടമാവില്ല. കാരണം ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും രാജ്യത്ത് പ്രധാനമന്ത്രിയായി വീണ്ടും മോദി എത്തിയാലോ NDA സഖ്യം വിജയിച്ചാലോ ആ ലഡു അതെ. എന്തായാലും അതുകൊണ്ട് രേണുക അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രേണുക, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടാണ്. രാവിലെ 8 മണിക്ക് കൃത്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ട് എണ്ണിത്തുടങ്ങുന്ന നിമിഷം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ ഡേറ്റകളുമായി എത്താൻ സാധിക്കും. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ഈ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം പൂർത്തിയാകും. 8:30യോടുകൂടിയായിരിക്കും പിന്നീട് വോട്ടിംഗ് മെഷീനുകളിൽ നിന്നുള്ള കൗണ്ടിംഗ് ആരംഭിക്കുക. അപ്പോഴാണല്ലേ എന്തോ ഇതിനൊരു ഊർജം വെക്കുക അല്ലെ? മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ ഈ പോസ്റ്റൽ വോട്ട് എണ്ണി തീരാൻ നോക്കുന്നില്ല. കൃത്യം 8:30 തന്നെ EVM-കൾ എടുക്കാമെന്നുള്ളതാണ്. അതായത് പോസ്റ്റൽ വോട്ട് എണ്ണി തീർന്ന ശേഷം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് അതിന്റെ പാറ്റേൺ നോക്കുക എന്നുള്ള ആ ഒരു തീരുമാനം ഇല്ല ഇത്തവണ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിലും കൂടുതൽ